അങ്ങനെ കോൾ ചെയ്ത് കഴിയും ചെയ്തു, അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഇനി ബാക്കി പണി നോക്കണം. എന്തായാലും വേഗം അകത്തേക്ക് പോകാം. നീ എന്റെ കാണായിട്ട് അവർക്ക് വല്ല സംശയം തോന്നിയാലോ? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നു? വാ, നമുക്ക് അവിടെ പോയിരിക്കാം. ഞാൻ ജ്യൂസോ ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്നാ. അയ്യോ നോ നോ നോ, അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? കുറെ കാലത്തിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോ ഒന്നും തരാതെ വിടാൻ പറ്റിയോ? ഏയ് അതൊന്നും കുഴപ്പമില്ല. ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ലേ, നേരെ എങ്ങോട്ടാ വരുന്നത്. അപ്പൊ വീട്ടിലൊക്കെ ഒന്ന് പോണ്ടേ? ട്രെയിൻ ഇപ്പൊ ഉണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. വീട്ടിലേക്ക് രാത്രിയിലെ ട്രെയിനിന് പോയാ പോരെ? ഒന്നും ഇവിടുന്ന് കഴിക്കാതെ പോകുമ്പോ ഞാനൊരു ജ്യൂസ് എങ്കിലും എടുക്കട്ടെ? അയ്യോ അതൊന്നും വേണ്ടാന്നേ, ഞാൻ ഇറങ്ങാണ്. ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുക, എനിക്ക് ടൈമില്ല. അല്ല, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, മോൻ എവിടെ? ഓ ജാക്കാണോ? ജാക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ സച്ചിയുടെ കൂടെ. അതെ, സച്ചിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സച്ചിയെയും കാണാനില്ല, ജാക്കിനെയും കാണാനില്ല. അയ്യോ ജാക്ക് വന്നിട്ടോ? അവന് വന്നിട്ടില്ല എന്നുള്ള ഒരു സമാധാനത്തിൽ ഇരിക്കായിരുന്നു ഞാന്. ഈ ജാക്ക് എന്തിനൊപ്പം ഇങ്ങോട്ട് വന്നിക്കണം? അവർക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നു. ഓ ഇവൻ വന്നോ? അല്ല, ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റവൾ എവിടെയാണാവോ? അയ്യോ, മാള് നല്ല ദേഷ്യത്തിലാ തോന്നുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യും? ക്ലാരനെ കൊണ്ടെന്നാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാളു, ഇനി ഞാൻ അവളോട് സോറി പറഞ്ഞില്ലെങ്കിൽ അവൾ എന്നോട് ഇനി മിണ്ടേ ഉണ്ടാവില്ല. ഓ സച്ചി വന്നല്ലോ. സച്ചി, ജാക്ക് എവിടെ? അയ്യോ പെട്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജാക്ക് എവിടെന്ന് ചോദിച്ചാ അറിയില്ലാന്ന് പറയാ. എനിക്കറിയില്ല ആന്റി. നിനക്കറിയില്ലാന്നോ? പിന്നെ ജാക്ക് എവിടെ പോയി? അവൻ എവിടെയെന്നൊന്നും എനിക്കറിയില്ല. അവൻ ഇങ്ങനെ തന്നെയാ. കാനഡയിലാണെങ്കിലും അതെ, ഒരു ഇച്ചിരി ടൈം കിട്ടിയ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവും. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. രക്ഷപ്പെട്ടു. അവൻ എവിടെയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്ത് നിനക്ക് നല്ല കിട്ടുമായിരുന്നു. രക്ഷപ്പെട്ടുപ്പോ. അയ്യോ, ആദ്യം ഞാൻ മാളുവിനോട് സോറി പറയേണ്ട കാര്യം ആലോചിച്ചില്ല. എന്താപ്പ ചെയ്യാ? എന്തായാലും അമ്മമാരുടെ മുൻപിൽ മാളുവിനെ വിളിക്കാം. അപ്പൊ അവൾ എന്റെ കൂടെ വന്നില്ലെങ്കിൽ അമ്മമാർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിച്ചിട്ട് അവൾ എന്തായാലും വരും. മാളു, പിങ്കി ചേച്ചി, ഒന്ന് എന്റെ കൂടെ വരുമോ? ഇവൻ എന്തിനാ ഇനിയും എന്നെ വിളിക്കുന്നേ? ഞാൻ പോകുന്ന പ്രശ്നമില്ല. ചേച്ചി, ചേച്ചി പോകുന്നുണ്ടോ? പിന്നെ ഞാൻ അവനെ വിളിച്ചാ പോകാൻ നിൽക്കുക. ഞാനൊന്നും പോകുന്നില്ല. ഇനി നീ പോകാൻ നിൽക്കട്ടോ. ഹേയ് നെവർ നെവർ, ഞാൻ പോകില്ല. അവൻ വിളിച്ചാ പോവാൻ നിൽക്കാ ഞാനിനി. അല്ല ചേച്ചി, ഇത് നമ്മള് പോയില്ലെങ്കിൽ അമ്മമാർക്ക് വല്ല ഡൗട്ടും തോന്നോ? ഓ അതും ശരിയാ. എന്തായാലും പോയോക്കാം. നമുക്ക് അവനോട് വല്ലാതെ സംസാരിക്കൊന്നും വേണ്ട. നമുക്ക് വല്ല ദേഷ്യപ്പെട്ടിട്ട് വരാം അവനോട്. അത് ശരിയാ. നമുക്ക് അങ്ങനെ ചെയ്യാം. ബാ. മാളു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ? വരാം. വരാണെങ്കിൽ വീടിന്റെ മുൻവശത്തേക്ക് വാട്ടോ. ഓ ഇനി എന്താണാവോ വിളിച്ച്? അല്ല ചേച്ചി, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഏയ് ചേച്ചി എങ്ങനെ നിന്നോട് ദേഷ്യപ്പെടാതെ ഇരിക്കും? ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നേ? ആ ക്ലാര എന്റെ കൈ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിണ്ടാവും. അത് അവൾ എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവായിരുന്നു. അതാണ് നിങ്ങൾ കണ്ടത്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഞാൻ സത്യം പറയുന്നത്. അതിന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലാരയോട് തന്നെ ചോദിച്ചു നോക്കാം. ഏയ് അത് വേണ്ട, ക്ലാരയോട് ചോദിക്കണ്ട. എനിക്ക് അവളെ കാണുന്നതിന്റെ ദേഷ്യ. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. പിന്നെ മാളു, നീയല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്നിട്ടുള്ള എനിക്ക് ക്ലാരയോട് ഇഷ്ടം. അങ്ങനെയുള്ള ഞാൻ നിന്നോട് ഇത് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇന്നു മുതല്. ചേച്ചി, ചേച്ചിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ പ്ലീസ്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. നിങ്ങളൊക്കെ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുക. നിങ്ങളൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ക്ലാര എല്ലാത്തിനും കാരണം. എന്നിട്ട് നിങ്ങൾ എന്നെ സംശയിക്കുന്നു. അയ്യോ സച്ചി, നീ കരയല്ലേ? ഞങ്ങൾ ക്ഷമിച്ചു. ഇനി സാരില്ല, ക്ലാര തന്നെ എല്ലാത്തിനും കാരണം. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചി എന്നോട് ക്ഷമിച്ചാലും മാളു എന്നോട് ക്ഷമിക്കില്ലല്ലോ. സച്ചി, ഞാനും നിന്നോട് ക്ഷമിച്ചു. ആ ക്ലാര എല്ലാത്തിനും കാരണം എന്ന് എനിക്ക് മനസ്സിലായി. നീ ഒന്ന് കരയിൽ നിർത്തിനി. ഉറപ്പാണോ മാളു? നീ എന്നോട് ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു, ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഇന്നാ ഓക്കേ. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഒച്ചയാക്കുന്നേ? പേടിച്ചു പോയി ഞാൻ. ഞങ്ങളും. അത് പിന്നെ ഒന്നുമില്ല. പിന്നെ നീ വെറുതെ ഒച്ച വെക്കുകയാണോ? അത് ഞാൻ വെറുതെ ഒച്ചയാക്കണോ വേണ്ടെന്ന് എന്റെ ഇഷ്ടല്ലേ. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. സച്ചി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വാ, നമുക്ക് പോവാ. സച്ചി നിന്റെ കൂടെ എവിടെയും വരുന്നില്ല. അത് നീ അങ്ങോട്ട് പറയാ. അവൻ എന്റെ കൂടെ വരും. എന്നാ അതൊന്ന് കാണാലോ. കാണാലോ. ഇവിടെ വാ സച്ചി എന്റെ കൂടെ. നീ എന്റെ കൂടെ വരണം. അവളെ കൂടെ പോയാ പിന്നെ
സച്ചി നിനക്ക് അറിയാലോ. പറ്റില്ല, നീ എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ സച്ചി നീ നമ്മൾ തമ്മിൽ ഒരു കമ്പനി ഉണ്ടാവില്ല. സച്ചി അവള് നിന്നോട് കമ്പനി വിട്ടോട്ടെ, നീ എന്റെ കൂടെ വരണം. അയ്യോ എന്റെ കൈ വേദനിക്കുന്നു, നിങ്ങൾ എന്നെ വിട്. ചേച്ചി എന്നെ ഒന്ന് രക്ഷിക്ക്. മാളു മാളു മതി മതി, അവനെ വിട്ടേക്ക്. നീ ക്ലാര അങ്ങോട്ട് മാറി നിക്ക്. ചേച്ചി വിട്. അവൻ അവളുടെ കൂടെ പോകുന്നത് കാണണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വിട്ടേ, എനിക്ക് പോണം. മാളു നിന്നോട് ഞാൻ പറഞ്ഞു സോറി എന്ന്. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞു. അതിനുശേഷമുള്ള എനിക്ക് ക്ലാര ഇഷ്ടം എന്നും പറഞ്ഞു. ഇനി നീ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. നിനക്ക് മാളുവിനെയാണ് എന്നെക്കാൾ ഇഷ്ടം? അതെ, അവനക്ക് മാളുവിനെ തന്നെ നിന്നെക്കാളും ഇഷ്ടം. കാരണം അവർ രണ്ടാളും ചെറുപ്പം തൊട്ടിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാ. ഇപ്പൊ മനസ്സിലായോ? അതാണ് അതിന്റെ റീസൺ. നിന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണുന്നില്ലേ? ഓ സച്ചി, ഇപ്പൊ അങ്ങനെ ആയില്ലേ? ആ അങ്ങനെ തന്നെയാണ്. അതെടാ പാവം ക്ലാര. ഡി മാളു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മതി മതി മതി, നിർത്തിക്കേ. പിന്നെ ചേച്ചി, ചേച്ചിക്ക് ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരണ്ടേ? ആ വേണം വേണം, വേഗം കാണിച്ചതാ. സർപ്രൈസോ? അപ്പൊ എന്താ എനിക്കില്ലേ? ഏയ് ഇത് ചേച്ചിക്കുള്ള ഒരു ബിഗ് സർപ്രൈസാ. ഓ, ഇനി നീ സംസാരിച്ച് നിൽക്കല്ലേ, വേഗം വാ സച്ചി, എനിക്ക് കാണിച്ചു താ. ഓ ചേച്ചി, ചേച്ചി ഒന്ന് കൂളാവ്. വേഗം വാ, ഞാൻ കാണിച്ചു തരാം. ആ എന്നാ വേഗം വാ. ഈ ചേച്ചിയോട് പറയണ്ടായിരുന്നു ഇത്. അത് കണ്ട എന്തായാലും ചേച്ചിക്ക് ഷോക്ക് ആവും. ഓ അങ്ങനെ ഒരു സർപ്രൈസ് ആണോ? ഒന്ന് വേഗം വാ. സർപ്രൈസോ? അതെന്ത് സർപ്രൈസ് ആണാവോ? എന്തായാലും പതിയൊന്ന് പോയി നോക്കാം. ചേച്ചി കണ്ണടച്ച് വാട്ടോ. ആ ഓക്കേ. ചേച്ചി കണ്ണു തുറന്നോ, ഇതാണ് സർപ്രൈസ്.